Hello children, welcome to the new section of P block elements. Here we discuss about the group 16 elements. Group 16 elements in the general oxygen family. Okay, this is the class. Then oxygen family. Group 16 elements in the general characteristics we class discussed. Okay, then moving to the chemical properties of group 16 elements. Here we discuss about the oxidation state. Possible oxidation state. Group 16 possible oxidation state in the +2, -2, +4 and +6. This oxidation state is group 16 elements in possible. Okay. Then നമുക്കറിയാം ഓക്സിജന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കമ്പയറിംഗ് ടു ഗ്രൂപ്പ് 16 എലമെന്റ്സ് ഏതൊക്കെയാ വരുന്നത്? ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം ആൻഡ് ദ ലാസ്റ്റ് വൺ ലിവർമോറിയം. ഇതില് പോസിബിൾ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ +2, -2, +4 ആൻഡ് +6 ആണ്. ദെൻ നമ്മൾ ഫസ്റ്റ് എലമെന്റ് എടുക്കാണ് ഓക്സിജൻ. നമുക്കറിയാം ഓക്സിജന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഹൈ ആണ്. അതായത് ഫ്ലൂറിൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, ഓക്സിജൻ കഴിഞ്ഞിട്ട് ഫ്ലൂറിൻ ആണല്ലോ, ഫ്ലൂറിൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗ്രൂപ്പിൽ നോക്കുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? ഓക്സിജൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് അത് ഷോ ചെയ്യുള്ളൂ. ഓക്സിജൻ ഷോസ് നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആസ് -2. ഓക്കെ, അപ്പോ ഓക്സിജൻ ഓൾമോസ്റ്റ് ഓൾ എലമെന്റ് ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് അത് ഷോ ചെയ്യുന്നത്. കാരണം അതിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഹൈ ആയതുകൊണ്ട്. അതുകൊണ്ട് നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ഷോ ചെയ്യുന്നത്. ഓക്കെ, then except in the case of OF2 where its oxidation state is +2. Okay, അപ്പൊ നമ്മൾ പറഞ്ഞു മോസ്റ്റ് ഓഫ് ദ എലമെന്റ് ആയിട്ട് ഓക്സിജൻ -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് പോസിബിൾ ആകുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ ഇൻ ദ കേസ് ഓഫ് OF2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഇലക്ട്രോനെഗറ്റീവ് ആണ് അല്ലെ. പക്ഷെ ഓക്സിജനെ വെച്ച് നോക്കുമ്പോൾ ഫ്ലൂറിൻ ആണ് കുറച്ചും കൂടെ ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി. അതുകൊണ്ട് ഇവിടെ എന്തായാലും -2, F2ന് നമുക്ക് Fനെ നമുക്കറിയാം -1, ദാറ്റ് ഈസ് F2ന് -2 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത്. അപ്പൊ ഓക്സിജന് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് പോസിബിൾ ആകുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഡൗൺ ദ ഗ്രൂപ്പിലേക്ക് താഴേക്ക് വരും തോറും, ഗ്രൂപ്പിന്റെ താഴേക്ക് വരും തോറും -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആവാനുള്ള അതിന്റെ സ്റ്റെബിലിറ്റി ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ സ്റ്റെബിലിറ്റി ഡിക്രീസ് ഡൗൺ ദ ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ അപ്പൊ മെയിൻ കേസാണ്, ജനറൽ കേസാണ് നമ്മൾ പറഞ്ഞത്. സ്റ്റെബിലിറ്റി ഓഫ് എ -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ത് സംഭവിക്കും? താഴേക്ക് വരും തോറും നമുക്കറിയാം, താഴേക്ക് വരും തോറും ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞാണ് വരുന്നത്. ഫസ്റ്റ് എലമെന്റിനാണ്, ഓക്സിജൻ ആണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുന്നത്. താഴേക്ക് വരും തോറും അതിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താണ്? കുറഞ്ഞു വരും. അപ്പൊ അതിന്റെ സ്റ്റെബിലിറ്റി -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആവാനുള്ള അതിന്റെ സ്റ്റെബിലിറ്റി എന്താണ്? അതിനനുസരിച്ച് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ബട്ട് ലാസ്റ്റ് എലമെന്റ് ഓക്കെ ലിവർമോറിയം ആണെന്ന് അറിയാം. നമുക്ക് പഠിക്കാനുള്ളത് പൊളോണിയം വരെയാണ്. ദെൻ പൊളോണിയത്തിന് എന്താണ്? -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് പോസിബിൾ ആവാൻ കുറച്ച് ഹാർഡ്ലി ആണ് അത് ഷോ ചെയ്യുള്ളൂ. അത്ര അങ്ങോട്ട് എന്ത് ചെയ്യില്ല, -2 ഓക്സിഡേഷൻ പോസിബിൾ ആകില്ല. കാരണം അത് മെറ്റലാണ്. മെറ്റലായി നമുക്കറിയാലോ, ഇലക്ട്രോൺസിന് എന്താണ് വിഡ്രോ ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിന് പ്ലസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കാണിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പൊളോണിയം മെറ്റൽ ആയതുകൊണ്ട് -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ദാറ്റ് ഷോസ് ഹാർഡ്ലി. ഓക്കെ, then next element ആയിട്ടുള്ള സൾഫർ, സെലീനിയം ആൻഡ് ടെലൂറിയം ഷോസ് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വിത്ത് ഓക്സിജൻ. ഓക്കെ, സൾഫർ, സെലീനിയം, ടെലൂറിയം ഇതൊക്കെ വേറെ ഓക്സിജൻ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഫോം ചെയ്യുമ്പോൾ, ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ, ദാറ്റ് ഈസ് സൾഫർ ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്കറിയാം സൾഫർ ഡയോക്സൈഡ്, സൾഫർ ട്രയോക്സൈഡ് ഇതൊക്കെ കിട്ടും അല്ലെ. അതേപോലെ തന്നെ സെലീനിയം ഡയോക്സൈഡ്, സെലീനിയം ട്രയോക്സൈഡ്, ടെലൂറിയം ഈസ് ഓൾസോ ദാറ്റ്. അപ്പൊ അങ്ങനെ ഓക്സിജനായിട്ട് കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ അവിടെ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് അത് ഷോ ചെയ്യുന്നത്. ഓക്കെ, ബട്ട് ഫ്ലൂറിനായിട്ടാണ് SF4
or SF6 ഇങ്ങനെയൊക്കെ വരുമ്പോൾ ദാറ്റ് ഈസ് SFO സൾഫർ വിത്ത് ഫ്ലൂറിൻ ഓർ സെലീനിയം വിത്ത് ഫ്ലൂറിൻ ഓർ ടെലൂറിയം വിത്ത് ഫ്ലൂറിൻ അങ്ങനെ വരുമ്പോൾ അവിടെ +6 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് അവർ ഷോ ചെയ്യുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ +4 താഴേക്ക് വരും തോറും ഡൗൺ ദ ഗ്രൂപ്പ് ഈ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കൂടുതലും പോസിബിൾ ആവുന്നത്. +4 ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ഡൗൺ ദ ഗ്രൂപ്പ്. ഓക്കെ, താഴേക്ക് വരും തോറും നമുക്ക് എന്താ സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് +6ന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും ഡ്യൂ ടു ഇനേർട്ട് പെയർ ഇഫക്റ്റ്. ഇനേർട്ട് പെയർ ഇഫക്റ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാ. ഇനേർട്ട് പെയർ ഇഫക്റ്റ് വരുന്നത് കൊണ്ട് നമുക്കറിയാം ഗ്രൂപ്പ് സൈസ് ഓഫ് an atom ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ ഇനേർട്ട് പെയർ ഇഫക്റ്റ് വരും. ഒരു +6 ഓക്സിഡേഷന്റെ സ്റ്റെബിലിറ്റി അവിടെ എന്ത് ചെയ്യാണ്, ഡൗൺ ദ ഗ്രൂപ്പ് ഡിക്രീസ് ചെയ്യാണ്. അത് മീൻ ചെയ്യുന്നത് എന്താണ്, +4 ഓക്സിഡേഷൻ ആയിരിക്കും കൂടുതൽ പോസിബിൾ ആവുക. അപ്പൊ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ഡൗൺ ദ ഗ്രൂപ്പ്. ഓക്കെ, ഇനി +4+6 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ള എലമെന്റ്സ് ബോണ്ടിങ് ചെയ്യുമ്പോൾ അവരുടെ ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറിലി കോവാലന്റ് ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ പറയാനുള്ളത്. ഇനി അനോമലസ് ബിഹേവിയർ ഓഫ് ഓക്സിജൻ. ഓക്സിജൻ ബീങ് ദ ഫസ്റ്റ് എലമെന്റ് അല്ലെ, ഫസ്റ്റ് എലമെന്റ് ആയതുകൊണ്ട് അതിന് നമ്മൾ നൈട്രജന് ഒരു അനോമലസ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ ഓക്സിജനും അനോമലസ് പ്രോപ്പർട്ടി ഉണ്ട്. നമുക്കറിയാം ഫസ്റ്റ് എലമെന്റ് ആണ്, അതുപോലെ തന്നെ അത് സ്മോൾ സൈസ് ആണ് അല്ലെ, സ്മോൾ സൈസ് ആണ്, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ആണ് കമ്പയറിംഗ് ടു ദ അതർ എലമെന്റ്സ്. താഴേക്ക് വരും തോറും നമുക്കറിയാം സൈസ് കൂടും ചെയ്യുന്നു, ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയും ചെയ്യുന്നു. അപ്പോൾ ഓക്സിജനെ നോക്കുമ്പോൾ ഇവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, സ്മോൾ സൈസ് ആണ്, അതുപോലെ തന്നെ ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ആണ്. അതുകൊണ്ട് തന്നെ അത് കാരണമാണ് അത് അനോമലസ് ബിഹേവിയർ ഷോ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ 2 കേസാണ് എടുക്കുന്നത്, ഹൈഡ്രജൻ വിത്ത് ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ വിത്ത് സൾഫർ. ദിസ് ഇസ് ദ ഫസ്റ്റ് എലമെന്റ്, ഗ്രൂപ്പ് 16ലെ ഫസ്റ്റ് എലമെന്റ് ഓക്സിജൻ ആൻഡ് സെക്കൻഡ് എലമെന്റ്. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ ഓക്സിജൻ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് വാട്ടർ ഫോം ചെയ്യുമ്പോഴും ഹൈഡ്രജൻ സൾഫർ ആയിട്ട് H2S ഫോം ചെയ്യുമ്പോഴും എന്താണ് അതിന്റെ ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും, H2വിനായിരിക്കും അല്ലെ. അതായത് H2 ബോണ്ട് ചെയ്തിരിക്കുന്നത് സ്ട്രോങ് ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ്. H2O ഫോം ചെയ്തിരിക്കുന്നത് സ്ട്രോങ് ഹൈഡ്രജൻ ബോണ്ടിങ് വഴിയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ബോണ്ടിങ് എവിടെ കാണുന്നില്ല, H2S കാണുന്നില്ല. ഓക്കെ, സൾഫർ ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ആ ഒരു ബോണ്ടിങ് കാണുന്നില്ല. അപ്പൊ ഓക്സിജന്റെ ഒരു ബിഹേവിയർ ആണ് ഇത് അല്ലെ, ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി. ഓക്കെ, അപ്പൊ ബാക്കി എലമെന്റ്സിൽ അത് കാണില്ല. ഓൾ ദ എലമെന്റ്സ് ഓഫ് ഗ്രൂപ്പ് 16 ഫോം ഹൈഡ്രേറ്റ്സ് ഓഫ് ദ ടൈപ്പ് H2E. അതായത് ഗ്രൂപ്പ് 16 എലമെന്റ്സ്, എല്ലാ ഗ്രൂപ്പ് 16 എലമെന്റ്സും ഹൈഡ്രൈഡ് ഫോം ചെയ്യും. ദാറ്റ് ഈസ് H2E. H2E എന്ന് പറഞ്ഞാൽ H2E എന്ന് പറഞ്ഞാൽ എലമെന്റ്, ഗ്രൂപ്പ് 16 എലമെന്റ്, ദാറ്റ് ഈസ് H2O, നെക്സ്റ്റ് വൺ H2S, നെക്സ്റ്റ് വൺ H2SE, ദാറ്റ് ഈസ് സെലീനിയം, H2TE. ഇങ്ങനെ വരും. ഗോട്ട് ഇറ്റ്? അപ്പോൾ എലമെന്റ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം. ഓക്കെ, then their acid character increases from H2O to H2TE. അതായത് ഓക്സിജനിൽ നിന്ന് ടെലൂറിയത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ആസിഡ് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഡൗൺ ദ ഗ്രൂപ്പ്, താഴേക്ക് വരും തോറും അതിന്റെ സൈസ് കൂടിക്കൊണ്ടിരിക്കുക അല്ലെ, ആറ്റത്തിന്റെ സൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അവിടുത്തെ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഡിക്രീസ് ചെയ്യാണ്. ബോണ്ട് ഡിസോസിയേഷൻ, ബോണ്ട് ബ്രേക്ക് ചെയ്യുക, ഡിസോസിയേറ്റ് ചെയ്യാനുള്ള എൻതാൽപ്പി, ആ എനർജി നമുക്ക് കുറച്ച് മതി അല്ലെ. നമുക്ക് സൈസ് കൂടും തോറും എന്ത് സംഭവിക്കുന്നുണ്ട്, സൈസ് കൂടും തോറും എന്ത് സംഭവിക്കുന്നുണ്ട്, അവിടുത്തെ ബോണ്ടിന്റെ ലെങ്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. താഴേക്ക് വരുംതോറും ബോണ്ടിന്റെ ലെങ്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ അതിനെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ അതിന്റെ സ്ട്രെങ്ത് വളരെ കുറവാണ്. ദെൻ അതിന്റെ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ഓക്കെ,
Then next point വരുന്നത് all the hydrates except water possess a reducing property. Reducing property നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഹൈഡ്രജനെ വിട്ടുകൊടുക്കാനുള്ള കപ്പാസിറ്റി ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അപ്പൊ വാട്ടർ ഇല്ല കേട്ടോ. എക്സെപ്റ്റ് വാട്ടർ all the hydrates എന്ത് ഫോം ചെയ്യുന്നുണ്ട്? റെഡ്യൂസിങ് പ്രോപ്പർട്ടി ഫോം ചെയ്യുന്നത്, ഷോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ H2S ൽ നിന്ന്, ഓക്സിജന്റെ കേസ് പറയുന്നില്ല, H2S ൽ നിന്ന് H2TE, സൾഫർ ടു ടെലൂറിയം, റെഡ്യൂസിംഗ് പ്രോപ്പർട്ടി ഇൻക്രീസസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് റിയാക്ടിവിറ്റി. നെക്സ്റ്റ് ഓക്സിജനുമായിട്ട് എങ്ങനെയാണ് അതിന്റെ റിയാക്ടിവിറ്റി നോക്കാം. All these elements form oxides of EO2 and EO3 type. എല്ലാ എലമെന്റ്സും, ദാറ്റ് ഈസ് ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം ആൻഡ് ലാസ്റ്റ് വൺ പൊളോണിയം, ഇതെല്ലാം ഡയോക്സൈഡും ഫോം ചെയ്യുന്നുണ്ട്, ട്രയോക്സൈഡും ഫോം ചെയ്യുന്നുണ്ട്. ഹിയർ ഫസ്റ്റ് വൺ നമുക്ക് എന്താണ്? SO2, then SO3, sulfur dioxide and sulfur trioxide, and ozone is also O3 അല്ലെ. ആൻഡ് അതുപോലെ തന്നെ സെലീനിയം ഡയോക്സൈഡ് ആൻഡ് സെലീനിയം ട്രയോക്സൈഡ്, ഇത് സെയിം ആസ് ടെലൂറിയം ആൻഡ് പൊളോണിയം ഓൾസോ. ഓക്കെ, ഇനി അതില് ഓസോൺ O3, നമുക്കറിയാം O3 ആണെന്ന് അല്ലെ. അതുപോലെ തന്നെ ഓസോൺ ആൻഡ് സൾഫർ ഡയോക്സൈഡ്, ദാറ്റ് ഈസ് SO2, അത് ഗ്യാസസ് ആണ്, നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ. ബട്ട് സെലീനിയം ഡയോക്സൈഡ് SeO2 സോളിഡ് ആണ്. ഓക്കെ, താഴേക്ക് വന്നപ്പോൾ അതെന്തായി? കുറച്ച് സോളിഡ് ആയി, മറ്റേത് ഗ്യാസ് ആയിരുന്നു. ഓക്കെ, ദെൻ റെഡ്യൂസിംഗ് പ്രോപ്പർട്ടി ഓഫ് ഡയോക്സൈഡ് ഡിക്രീസസ് ഫ്രം സെലീനിയം സൾഫർ ഡയോക്സൈഡ് ടു TE, ദാറ്റ് ഈസ് ടെലൂറിയം ഡയോക്സൈഡ്. റെഡ്യൂസിംഗ് പ്രോപ്പർട്ടി, ഡയോക്സൈഡ് ഫോം ചെയ്യുന്നത് എങ്ങനെയാ? സൾഫർ ഡയോക്സൈഡിൽ നിന്ന് ടെലൂറിയം ഡയോക്സൈഡ് വരെ അതിന്റെ റെഡ്യൂസിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് ഡയോക്സൈഡ് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനർത്ഥം സൾഫർ ഡയോക്സൈഡ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസിംഗ് ഏജന്റ് ആണ്. അപ്പൊ ഫസ്റ്റ് വൺ ആണ് സൾഫർ ഡയോക്സൈഡ്, അത് പെട്ടെന്ന് തന്നെ റെഡ്യൂസ് ചെയ്യും സൾഫർ ഡയോക്സൈഡ്. പക്ഷെ താഴേക്ക് വരുന്നതോറും റെഡ്യൂസിംഗ് പ്രോപ്പർട്ടി കുറയാണ്. ദെൻ ടെലൂറിയം ഓക്സൈഡിലേക്ക് വരുമ്പോൾ അത് എന്താണ്? ഓക്സിഡൈസിംഗ് ഏജന്റ് ആണ്. സൾഫർ, സെലീനിയം ആൻഡ് ടെലൂറിയം ഓൾസോ ഫോം EO3 ടൈപ്പ് ഓക്സൈഡ്സ്. സൾഫറും സെലീനിയം ടെലൂറിയം ഒക്കെ EO3, ദാറ്റ് ഈസ് SO3, സെലീനിയം ട്രയോക്സൈഡ് ഇത് ഫോം ചെയ്യും. ഓക്കെ, ഈ രണ്ട് ടൈപ്പ് ഓക്സൈഡ്സും എന്താണ്? ആസിഡ് ഇൻ നേച്ചർ ആണ്. ഓക്കെ, ദെൻ മൂവിംഗ് ടു ദ നെക്സ്റ്റ്, ദാറ്റ് ഈസ് റിയാക്ടിവിറ്റി വിത്ത് ഹാലജൻ. ഹാലജനോടുള്ള റിയാക്ടിവിറ്റി എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗ്രൂപ്പ് 16 എലമെന്റ്സ് എല്ലാം ലാർജ് നമ്പർ ഓഫ് ഹാലൈറ്റ്സ് ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട്. ഹാലൈറ്റ്സ് ആയിട്ട് ഫോം ചെയ്തിട്ട് ഏത് ടൈപ്പാണ്? EX2, EX6, EX4, EX2. ഓക്കെ, ഗ്രൂപ്പ് 16 എലമെന്റ്സ് ആയിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം, ഇതൊക്കെ EX6. എക്സ് എന്ന് പറഞ്ഞാൽ ഹാലജൻ ആണ് അല്ലെ, ദാറ്റ് ഈസ് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഒക്കെ. EX6 എന്ന് പറഞ്ഞാൽ ഫോം ഉണ്ടാവും, EX4 എന്ന് പറഞ്ഞ ഫോം ഉണ്ടാവും, അതുപോലെ തന്നെ EX2 എന്ന് പറഞ്ഞ ഫോം ഉണ്ടാവും. ഓക്കെ, ഇനി അതിന്റെ സ്റ്റെബിലിറ്റി ഓഫ് ഹാലൈഡ് ഡിക്രീസസ്. താഴേക്ക് വരും തോറും അതിന്റെ സ്റ്റെബിലിറ്റി, ഹാലൈഡിന്റെ സ്റ്റെബിലിറ്റി ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കണം. ദാറ്റ് ഈസ് ഫ്ലൂറിൻ ഈസ് ഗ്രേറ്റർ ദാൻ ക്ലോറിൻ, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ബ്രോമിൻ ആൻഡ് ഓൾസോ ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ അയഡിൻ. എന്താ കാരണം? ബോണ്ട് ഡിസോസിയേഷൻ ആണ്. അതായത് സൈസ് ഓഫ് ആറ്റം ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിന്റെ ബോണ്ടിന്റെ ലെങ്ത് കൂടി വന്നുകൊണ്ടിരിക്കുക. താഴേക്ക് വരുന്തോറും ബോണ്ടിന്റെ ലെങ്ത് കൂടുമ്പോൾ ബോണ്ട് സ്ട്രെങ്ത് എന്ത് സംഭവിക്കും? സ്ട്രെങ്ത് കുറവാണ്. ലെങ്ത് ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടുമെന്ന് നമുക്കറിയാം അല്ലെ. ഓക്കെ, അപ്പൊ അതിന്റെ ബോണ്ടിന്റെ സ്ട്രെങ്ത് ഡിക്രീസ് ആണ്. അതേപോലെ തന്നെ ഹെക്സാ ഹാലൈഡ് ആൻഡ് ഹെക്സാ ഫ്ലൂറൈഡ് ആർ ഓൺലി സ്റ്റേബിൾ ഹാലൈഡ്. സ്റ്റേബിൾ ആയിട്ടുള്ള ഹാലൈഡ് എന്ന് പറഞ്ഞാൽ ഹെക്സാ ഹാലൈഡും ഹെക്സാ ഫ്ലൂറൈഡുമാണ്. ഓക്കെ, ഇവിടെ സ്റ്റേബിൾ ആവാൻ ഫ്ലൂറിൻ എന്ന് പറഞ്ഞാൽ സ്മോളർ ആറ്റം ആണ് അല്ലെ. ഫ്ലൂറിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോളർ ആറ്റം ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്? ഫ്ലൂറൈഡ് വരുമ്പോൾ അത് കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിട്ട് ഉണ്ടാകും.